നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ റഫീഖ് ചക്രപാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എൻ്റെ വീഡിയോസിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വീഡിയോ എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും എന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലരും വിളിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മദ്രാസിന് പോയി. എൻ്റെ ഒരുപാട് വലിയൊരു ആഗ്രഹങ്ങളായിരുന്നു ആ മദ്രാസിന് പോകണമെന്നൊക്കെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്രാസിന് പോയത്. ആ മദ്രാസിൽ പോയ വീഡിയോസ് ഞാൻ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പല പല എപ്പിസോഡുകളായിട്ടായിരിക്കും വരിക. പക്ഷേ ഇപ്പോൾ ഞാൻ എത്തിക്കുന്നത് പോയ ആ ഫസ്റ്റ് ഇത് മുതൽ ഇവിടുന്ന് ഇരിഞ്ഞാലക്കുട നിന്ന് കയറി മദ്രാസിൽ നിന്ന് അവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ട അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം, ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിൽ അതിൽ കമൻറ്റ് വന്നിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ചേച്ചി നമുക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുപോലെ ഫോളോവേഴ്സിലൊക്കെ ഉണ്ട്. എന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ കുട്ടി, ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മദ്രാസിൽ പോകുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുൻപേ എന്നെ മദ്രാസിൽ പോകണമെന്നും മദ്രാസ് കാണണമെന്നൊക്കെ. പക്ഷെ നമ്മളുടെയൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും നടന്നിട്ടില്ല. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ മുൻപ് ഇതേപോലെ എൻ്റെ ഫ്രണ്ടിനെ, അതായത് ഷാജിക്കാന്ന് പറയും, നമ്മുടെ ജ്യേഷ്ഠസ്ഥാനമാണ്, അദ്ദേഹം ജോലി ചെയ്തിരുന്നത് മദ്രാസിൽ ഗ്രീൻലാൻഡ്, അതുപോലെ അരോമ, അങ്ങനെയുള്ള ഹോട്ടലുകളിൽ വർക്ക് ചെയ്തിരുന്ന മൂപ്പര്. അവിടുത്തെ പേരായിട്ട് പ്രസിദ്ധി ആർജിച്ച ഹോട്ടലുകളാണ് ഈ അരോമയും ഗ്രീൻലാൻഡും മൂലാൻഡും ഒക്കെ. കാരണം അത് കോടമ്പക്കത്താണ്. അത് നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നൊരു സ്ഥലമാണത്. അപ്പോൾ ഇവിടെയൊക്കെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഈ ട്രെയിനിനാണ് ഞാൻ മദ്രാസിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ട്രെയിനാണ്. നമ്പർ 20 മദ്രാസ് മെയിൽ സിനിമയിലുള്ള അതേ ട്രെയിൻ. ഈ സിനിമയിൽ കാണിച്ച ട്രെയിൻ ഇതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ട്രെയിൻ ഇതാണ്. ഇവിടുന്ന് 6:15 ഈ ട്രെയിന് മദ്രാസിന് പുറപ്പെടുന്നത്. വെളുപ്പിന് 5 മണിക്ക് അവിടെ എത്തുകയും ചെയ്യും. പക്ഷേ ടൈമിങ്ങൊക്കെ വളരെ കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. കറക്റ്റ് 6:15 ട്രെയിൻ വന്നു, നിർത്തി. ഞങ്ങൾ അതിലേക്ക് കയറി യാത്ര തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും എൻ്റെ ഒരു ബ്രദറും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. സംഭവം ഫുള്ളായതുകൊണ്ടാണ് നമുക്ക് സ്ലീപ്പർ എടുക്കേണ്ടി വന്നത്. ഞങ്ങൾ പരമാവധി സെർച്ച് ചെയ്ത് നോക്കി, നെറ്റിൽ ഓൺലൈനിലായാലും മറ്റുള്ള രീതിയിലൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. പക്ഷേ കിട്ടിയത് നമുക്ക് ഇങ്ങനെ സംഭവം. എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റേഷനിലൂടെ പോകുമ്പോഴും നമ്മൾ സിനിമയിലത്തെ ഓർമ്മ വരും. നമ്പർ 20 മദ്രാസ് മെയിലിൽ കാണിക്കുന്ന സേലൊക്കെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ സോമനും അവരൊക്കെ ഓടിക്കയറുന്ന രംഗമൊക്കെ ഞങ്ങൾക്ക് അവിടെ തോന്നി. അപ്പോൾ അങ്ങനെ യാത്ര മുന്നോട്ട് പോണ്. നമ്മളുടെ ട്രെയിനിലുള്ള യാത്ര എന്ന് പറയുന്നൊരു പ്രത്യേക സുഖം തന്നെയാണ്. സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവരല്ല കേട്ടോ. അല്ലാത്തവർക്കൊക്കെ, എനിക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ഇങ്ങനെ അടിച്ച് പൊളിച്ച് യാത്രയിലാണ്. മദ്രാസിൽ എന്നിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത സെക്കൻഡ് ഇങ്ങനെ ഓരോരോ എപ്പിസോഡ് ഇട്ട് തരാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഈ ഒരു വീഡിയോയിൽ ഇടാഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എനിക്ക് ഇരിപ്പുറപ്പില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ട്രെയിനിൽ കയറി എല്ലാ കോച്ചിലും ഇങ്ങനെ നടന്നിട്ടാണ് കണ്ടാ. അങ്ങനെ അവസാനം നേരം പരുവര വെളുക്കുന്ന സമയമായി. ഞങ്ങൾ മദ്രാസിലേക്ക് എത്താറായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 4:45-5 മണി ആവണ്. അപ്പോൾ ഇതിപ്പോൾ ഈ മദ്രാസിൽ പോയ ആളുകൾക്കൊക്കെ എന്തായാലും മനസ്സിലാവും ഇതെവിടെയാണെന്നത് കണ്ടാ. ഞങ്ങളിപ്പോൾ മദ്രാസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മദ്രാസിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ പിന്നീട് എടുത്ത വീഡിയോ ആണത്. അത് ഞങ്ങൾ കാണിച്ചാണ്. ഞങ്ങളിപ്പോൾ അതേ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കണ്ടിട്ട് ഇപ്പോൾ നടക്കും. എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോൾ രാവിലെ 5:30 മണിക്കൂടെ ഇറങ്ങിയിരുന്നു. 5 മണിയായപ്പോൾ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ആത്രത്തിരിക്കേണ്ട. ഞങ്ങൾ നേരെ നടക്കുകയാണ്. പുറത്തേക്കുള്ള വഴി അന്വേഷിച്ച് നടക്കണം. അപ്പോൾ ഈ പോണ വഴിക്കുള്ള ഒരു കാര്യങ്ങളിലേക്ക് കാണുന്നത്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ കിടന്ന് ഉറങ്ങണം കേട്ടോ. അതൊക്കെ ഭയങ്കര അതിശയമായി തോന്നിയൊക്കെ. ആൾക്കാർ ഉറങ്ങണമെങ്കിൽ കൊതുവലൊക്കെ വിരിച്ചും കണ്ടിട്ട് അതൊക്കെ ഈ വെള്ളം ഒക്കെ വിൽക്കുന്ന ആൾക്കാരാണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഒരു 1.5 നടക്കണം മക്കളെ പുറത്തേക്ക് വരണമെങ്കിൽ. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷക്കാരുടെ ചാകരയാണ് കേട്ടോ. അവർ നമ്മളവിടെ കൊണ്ടുപോകും, ഇവിടെ പോവുക, ഇവിടെയൊക്കെ പോകുന്നൊക്കെ പോയി. ലാസ്റ്റ് നമ്മളെ നാട്ടുകാർ കുറേ പേര്
ഈ മദ്രാസിലുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എല്ലാവരും ഉറങ്ങണ സമയമാണ്. അപ്പോൾ അവർ ഒരു വഴിയൊക്കെ പറഞ്ഞു തന്നു, ഇന്നമാതിരി ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. അവിടെ നിന്ന് നടന്നിട്ട് നേരെ ഞങ്ങൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക റൂംസ് അവൈലബിൾ ഉണ്ട്. അത് ഹോട്ടലായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ലോഡ്ജുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ റൂം എടുത്തു. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ചായ ഇത് ഇവിടുന്ന് തന്നെ കുടിച്ച് സൈഡിൽ കാണുന്നൊക്കെ ചായക്കട ഉണ്ടാകും. ഇവിടുന്ന് ചായയും ഒരു ബെന്നും കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തു. ചീപ്പ് റേറ്റ്, ഏകദേശം 1200 രൂപക്ക് ഒരു നല്ല റൂം കിട്ടി, കുഴപ്പമില്ലാത്ത ടൈപ്പ്. ഞങ്ങൾ അവിടെ നിന്ന്, ഞാനിപ്പോൾ ആ ഹോട്ടലിൻ്റെ മുകളിലാണുള്ളത് കേട്ടോ. അവിടെ നിന്ന് കൊണ്ടാണ് ഈ വീഡിയോ തീർത്ത് ഞാനൊന്ന് 4ാമത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. നോക്കിയേ അവിടുത്തെ കാലാവസ്ഥ നോക്കിയേ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ഭയങ്കര വെള്ളപ്പൊക്കമായി, മഴയും പെയ്ത് വെള്ളം കയറി വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം ഞങ്ങൾ എൻ്റെ കൂടെ വന്ന എൻ്റെ ബ്രദർ ആൾ റെഡി ആവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കയറി റെഡി ആവണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ യാത്ര തിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ. ഞങ്ങൾ അവിടെ നിന്ന് വാടകയ്ക്ക് ഒരു ചെറിയൊരു ഇതെടുത്തിട്ടാണ് ആക്റ്റീവ വണ്ടി എടുത്തു. ആ ആക്റ്റീവ വണ്ടിയിൽ ഞങ്ങളിപ്പോൾ യാത്ര തിരിക്കുന്നത് എയർപോർട്ടിൻ്റെ വഴി പോയിട്ട് നമ്മളൊരു സൂ ഉണ്ട്, ആ സൂവിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ കണ്ടില്ലേ. ഇനി ഈ ഭാഗം കഴിഞ്ഞിട്ട് ഇനി വരുന്ന സീനുകളൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ വീഡിയോസിനകത്തുണ്ട്. എല്ലാം അടുത്ത എപ്പിസോഡിൽ എത്തിക്കാം. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്യുക.